എനിക്കൊരാളെ ഇഷ്ടമാണ്. എന്തുമായി കാണിക്കണേ? അതവിടെ വെച്ചേ. എന്റെ അച്ഛൻ ആരെന്ന് പറ. മലയാള സിനിമയുടെ മുഖശ്രീയായിരുന്ന ശ്രീവിദ്യ. നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. മലയാള തനിമയുള്ള സുന്ദരിയായ സ്ത്രീ, അഭിനയരംഗത്ത് തന്റേതായ ഇടം നേടിയെടുത്ത അഭിനയ പ്രാധാന്യമുള്ള നിരവധി കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകിയ നടി. അങ്ങനെ പറഞ്ഞാലും തീരാത്ത വിശേഷണങ്ങളുള്ള അഭിനേത്രിയാണ് മലയാളത്തിന്റെ ശ്രീ എന്ന് എല്ലാവരും ഒരുപോലെ വിശേഷിപ്പിക്കുന്ന ശ്രീവിദ്യ. ആ പ്രഗത്ഭ നടിയുടെ ജന്മദിനമാണിന്ന്. ആരും നോക്കി നിന്നു പോകുന്ന മലയാള തനിമ ഇത്രയധികം ഇഴുകിച്ചേർന്ന സൗന്ദര്യം ശ്രീവിദ്യ എന്ന നടിയെ പ്രേക്ഷകരുടെ ഹൃദയങ്ങളിൽ ഇടം നേടാൻ ഏറെ സഹായിച്ചു. സൗന്ദര്യം കൊണ്ട് മാത്രം അളക്കാൻ കഴിയില്ല ഈ പ്രതിഭയെ. മലയാളം ഉൾപ്പെടെയുള്ള തെന്നിന്ത്യൻ സിനിമകളിൽ മറ്റൊരാൾക്കും പകരം വെക്കാൻ കഴിയാത്ത തരത്തിൽ ശ്രീവിദ്യ അനശ്വരമാക്കിയ കഥാപാത്രങ്ങൾ നിരവധിയാണ്. നായിക വേഷങ്ങളിലും അമ്മ വേഷങ്ങളിലും ഒരുപോലെ നിറഞ്ഞാടിയ ശ്രീക്കു പകരം മറ്റാരെയാണ് തെന്നിന്ത്യൻ സിനിമ പ്രേക്ഷകർക്ക് സങ്കല്പിക്കാൻ കഴിയുക? 13-ാം വയസ്സിൽ തിരുവുൾ ചൊൽവർ എന്ന തമിഴ് ചിത്രത്തിലൂടെയാണ് ശ്രീവിദ്യയുടെ വെള്ളിത്തിരയിലേക്കുള്ള അരങ്ങേറ്റം. 1969-ൽ എൻ ശങ്കരൻ നായർ സംവിധാനം ചെയ്ത ചട്ടമ്പിക്കവല എന്ന ചിത്രത്തിലൂടെയാണ് ശ്രീവിദ്യ എന്ന അനശ്വര നടിയെ മലയാള സിനിമയ്ക്ക് ലഭിക്കുന്നത്. സത്യന്റെ നായികയായി എത്തിയ ശ്രീവിദ്യയ്ക്ക് പിന്നീട് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. മലയാളത്തിലെ എല്ലാ പ്രമുഖ നടന്മാരുടെയും നായികയായി ശ്രീവിദ്യ വെള്ളിത്തിരയിലെത്തി. വെറും നായിക കഥാപാത്രങ്ങൾ മാത്രമായിരുന്നില്ല അവ. ഏറെ അഭിനയ പ്രാധാന്യമുള്ള, മറ്റാർക്കും പകരം വെക്കാനാവാത്ത, ജീവൻ തുളുമ്പുന്ന സ്ത്രീ കഥാപാത്രങ്ങൾ തന്നെയായിരുന്നു അവ. ആദാമിന്റെ വാരിയെല്ലിലെ ആലീസ്, എന്റെ സൂര്യപുത്രിക്ക് എന്ന ചിത്രത്തിലെ വസുന്ധരാദേവി തുടങ്ങിയവ ശ്രീവിദ്യ അനശ്വരമാക്കിയ കഥാപാത്രങ്ങളാണ്. സൊല്ലത്താൻ നിനക്കിറേൻ, അപൂർവരാഗങ്ങൾ എന്നീ ചിത്രങ്ങളിലൂടെ ശ്രീ തമിഴകത്തിന്റെയും മനം കവർന്നു. മലയാളത്തിനൊപ്പം തന്നെ തമിഴ്, തെലുങ്ക്, കന്നഡ എന്നീ ഭാഷകളിലും ശ്രീ ഒരുപോലെ നിറസാന്നിധ്യമായി. 40 വർഷത്തെ കരിയറിൽ അവർ 800-ലധികം സിനിമകളിലാണ് അഭിനയിച്ചത്. മികച്ച നടിക്കുള്ള 3 കേരള സംസ്ഥാന അവാർഡുകൾ ശ്രീവിദ്യയെ തേടിയെത്തിയിട്ടുണ്ട്. ഒപ്പം തന്നെ നിരവധി അംഗീകാരങ്ങളും ശ്രീവിദ്യയ്ക്ക് സ്വന്തമായി. ഗായികയായ അമ്മ ML വസന്തകുമാരിയുടെ പാത പിന്തുടരുമെന്ന് പ്രതീക്ഷിച്ച ശ്രീ പക്ഷേ വെള്ളിത്തിരയിലെ അനശ്വരയായ അഭിനേത്രിയായി ജനമനസ്സുകൾ കീഴടക്കുകയായിരുന്നു. കരിയറിലെ അവസാന കാലത്ത് മലയാള സിനിമകളിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച ശ്രീവിദ്യ അഭിനയത്തിന് പുറമെ ഇടയ്ക്കിടെ പിന്നണി ഗായികയായും കർണാടക ഗായികയായും പ്രവർത്തിച്ചു. അയലത്തെ സുന്ദരി, ഒരു പൈങ്കിളി കഥ, നക്ഷത്ര താരാട്ട് എന്നീ ചിത്രങ്ങളിൽ ശ്രീവിദ്യ പാടിയ പാട്ടുകൾ ഇന്നും പ്രേക്ഷക മനസ്സുകളിലുണ്ട്. ഗായിക എന്നതിലുപരി നന്നായി പരിശീലനം നേടിയ ഭരതനാട്യം നർത്തകി കൂടിയായിരുന്നു ശ്രീവിദ്യ. മഞ്ഞ പട്ടു ഞൊറിഞ്ഞു മാനം നീലവ